മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 8 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത്. 30ഓളം കുഴിമാടങ്ങൾ എടുത്തിരുന്നെങ്കിലും ബാക്കി മൃതദേഹങ്ങളുടെ സംസ്കാരം നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഓരോ മൃതദേഹങ്ങളും സംസ്കരിക്കുകയാണ്. അതിൻ്റെ തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. അതിനുശേഷം പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് ഇപ്പോൾ മൃതദേഹം മറവ് ചെയ്യുന്നത്. ഹരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ 64 സെൻറ്റ് സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ മാർഗനിർദ്ദേശപ്രകാരമാണ് സംസ്കാരം നടക്കുന്നത്. വിവിധ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കും ശേഷമാണ് സംസ്കാരം നടന്നത്. അതായത് ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിൽ, മേപ്പാടി മാരിയമ്മൻ കോവിൽ കർമ്മി കുട്ടൻ, മേപ്പാടി ജുമാ മസ്ജിദ് ഖത്തീബ് മുസ്തഫൻ ഫൈസി തുടങ്ങിയവരാണ് ഈ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത്. സച്ചിനുണ്ട്. സച്ചിൻ, ജാതിമത രാഷ്ട്രീയ ഭേദമൊന്നുമില്ലാതെ തന്നെ 8 മൃതദേഹങ്ങൾ അവർക്ക് യാത്രാമൊഴി നൽകുകയാണ്. ആരാണ് ഉറ്റവർ അല്ലെങ്കിൽ ആരാണ് ഉടയവർ, ആരാണ് ബന്ധുക്കൾ, ആരാണ് സുഹൃത്തുക്കൾ എന്നൊന്നും അറിയാതെ 8 പേർ അന്ത്യനിദ്രയിലേക്ക് കടക്കുകയാണ്. വളരെ വൈകാരിക നിമിഷത്തിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിനവും 4 മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കാരത്തിനായി കുഴിമാടത്തിലെത്തിച്ചു. ഇനി ബാക്കിയുള്ളത് 4 കൂടിയാണ്. ഇതിന് പറഞ്ഞതുപോലെ തന്നെ ജാതിമത വേലിക്കെട്ടുകൾക്കോ അതുപോലെ തന്നെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കോ ഒന്നും ഇല്ലാതെ ആറടി മണ്ണിൽ ഒരുമിച്ച് അന്തിയുറങ്ങുകയാണ് ഈ മേപ്പാടി പഞ്ചായത്തിലെ ദുരിതത്തിൽ ജീവൻ പൊലിഞ്ഞ ആരാണെന്ന് പോലും അറിയാതെ നിരവധി പേർ ഈ പുത്തുമലയിലെത്തി വിതുമ്പുന്ന ഒരു കാഴ്ചയും ഇവിടെ വെച്ച് കാണാൻ വേണ്ടി സാധിക്കുന്നു. കാരണം അവരുടെ ഉറ്റ ബന്ധുക്കളെയാണോ അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളെയാണോ മറ്റാരെങ്കിലും അറിയുന്നവരെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഇവിടെ എത്തി നിവാസികളെ പുലച്ചത്. മാത്രമല്ല കൃത്യമായ ആദരവോടുകൂടി സർക്കാരിന്റെയും അതുപോലെ തന്നെ മറ്റു വകുപ്പുകളുടെയും കൃത്യമായ ആദരവോടുകൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ കൃത്യമായ സർക്കാരിന്റെ നേതൃത്വത്തിൽ കൃത്യമായ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് യാതൊരുവിധ ആക്ഷേപങ്ങൾക്കോ പരാതികളോ ഉണ്ടാവരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്രയും വൈകിയ വേളയിൽ ഈ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല ഈ 8 മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മറ്റ് വിവരങ്ങളടക്കം ഈ മൃതദേഹത്തിനൊപ്പം കേൾക്കുന്നുണ്ട്. അത് എന്തെങ്കിലും പരാതികൾ വരികയാണെങ്കിൽ ആ കുഴിമാടത്തിൽ നിക്ഷേപിച്ച നമ്പറുകളുടെയും അതുപോലെ തന്നെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി സർക്കാരിന്റെ കയ്യിലുണ്ടാകും. തന്നെ മുഴുവൻ കാര്യങ്ങളും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം ഈ പ്രവർത്തനത്തിൽ തന്നെയാണ്. അവർ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് PPE കിറ്റ് അടക്കം ധരിച്ച് ഈ സംസ്കാര ചടങ്ങുകൾ നേരിട്ട് ഈ അവർ ഒരുമയോടെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് സംസ്ഥാനം നടത്തുവാനായി കൊണ്ടുപോകുന്നത്. കേരളത്തിന്റെ ഒന്നാകെ ഒറ്റക്കെട്ടായ ജാതിക്കോ മതത്തിനോ ഭേദമില്ലാതെ ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിലേറെ കരള് അലിയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പുത്തുമലയിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സംസ്കാര ചടങ്ങുകൾ നേരിട്ട് ആദരമർപ്പിക്കാനായി മന്ത്രിമാരായ MP രാജേഷ്, K രാജൻ, OR കേളു, K ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരെത്തിയിരുന്നു. അവർ സർക്കാരിന്റെ പൂർണ്ണ ആദരവ് അർപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സംസ്കാരം നടക്കുന്നത്. അതിനു മുൻപ് സർവമത പ്രാർത്ഥന നടന്നു. ആദ്യം ക്രിസ്ത്യൻ വിഭാഗത്തിലെയും അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിലെയും മുസ്ലിം വിഭാഗത്തിലെയും പ്രധാനപ്പെട്ട ആളുകൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അതിനുശേഷം സർക്കാരിന്റെ ആദരവ് അർപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം സംസ്കരിക്കുന്നത്.
പുറമെ MLA PCDക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ സംസ്കാര ചടങ്ങിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചടങ്ങ് കേരളത്തിന്റെ ഒന്നാകെ കരഘോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 29-ാം തീയതി ഉണ്ടായ നേപ്പാളിലെ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞ ജീവനുകളാണ് ഇപ്പോൾ ഈ 6 അടി മണ്ണിൽ ഉറങ്ങുന്നത്. ഈ 6 അടി മണ്ണിൽ 2019 ഉരുൾപൊട്ടലുണ്ടായ മേഖലയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. 2019 നിരവധി ജീവനുകൾ പൊലിഞ്ഞ പുത്തുമലയിലാണ്. ഈ പുത്തുമലയുടെ താഴ്വാരത്താണ് ഈ 8 പേരും മണ്ടിയുറങ്ങുക. ഈ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ തിരിച്ചറിയാൻ സാധിക്കാതെ 30ഓളം പ്രദേശങ്ങളാണ് ഇനിയും സംസ്കരിക്കാനുള്ളത്. അത് നാളെ വൈകിട്ട് 4 മണിയോടുകൂടി സംസ്കാരം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെയൊക്കെ പ്രോട്ടോകോൾ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർത്തിയായതിനു ശേഷം നാളെ വൈകിട്ട് 4 മണിയോടുകൂടി ബാക്കിയുള്ള മൃതദേഹങ്ങളും സംസ്കരിക്കും. അതിന് വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളെയും സംസ്കാരം ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന്റെയും അതുപോലെ സുരക്ഷാ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് സംസ്ഥാന പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നത്. ഈ നാട്ടുകാർ നേപ്പാൾ പഞ്ചായത്തിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വയനാട് ജില്ലയിലുള്ള ആളുകളും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരുന്നു. കാരണം അവരുടെ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളോ ആയിട്ടുള്ള ആളുകളാണോ എന്നപ്പോൾ തിരിച്ചറിയാൻ സാധിക്കണം. ശരി, സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുത്തുമല ശ്മശാനത്തിൽ 8 മൃതദേഹങ്ങൾ സംസ്കരിക്കുകയാണ്. അന്ത്യനിദ്രയിലേക്ക് പോകുന്നു. ഒരേ മണ്ണിൽ ഒരുമിച്ച് ഇവർ യാത്രയാവുകയാണ്. വളരെ വൈകാരിക നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്.